നമസ്കാരം. ദിവസങ്ങൾക്കു ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പടർന്നു. ഇറാനെ വീണ്ടും ആക്രമിച്ചു എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡും ഇന്നലെ രണ്ടാമതും കപ്പൽ ആക്രമിച്ചതിനു ശേഷമായിരുന്നു ആക്രമണം. എയർ ഡിഫൻസ് സംവിധാനത്തെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടു എന്നും അമേരിക്ക വ്യക്തമാക്കിയിരിക്കുകയാണ്. സിറിക്, ഖേദം ദ്വീപുകളിൽ സ്ഫോടനമുണ്ടായി എന്ന് ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഹോർമോസ് കടലിടുക്കിനു സമീപം ഇറാന്റെ സൈനിക താവളങ്ങൾക്കു നേരെയായിരുന്നു അമേരിക്കയുടെ ശക്തമായ വ്യോമാക്രമണം നടന്നത്. പനാമയുടെ വാണിജ്യ കപ്പൽ ആക്രമിച്ചതിന് മറുപടിയായിരുന്നു അമേരിക്കൻ ആക്രമണം. എന്തായാലും താൽക്കാലിക ധാരണയ്ക്കു ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൂടിയാണ് ഈ നടന്നത്. അതേസമയം ഇറാനെതിരെ ഭീഷണി മുഴക്കിയിട്ട് ട്രംപ് രംഗത്തെത്തിയിരുന്നു. അതായത് അമേരിക്കൻ സൈന്യം ജോലി തീർക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ പിന്നെ ശേഷിയുണ്ടാവില്ല, അല്ലെങ്കിൽ ബാക്കിയുണ്ടാവില്ല എന്നാണ്. അമേരിക്ക ഇറാൻ തുടർ ചർച്ചകൾ തിങ്കളാഴ്ച നടക്കുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ബഹ്റൈനിൽ ഇറാൻ ആക്രമണ മുന്നറിയിപ്പുകൾ നൽകുകയും കുവൈറ്റിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അമേരിക്ക കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായാണ് തങ്ങൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ നിലനിൽക്കെ ഉണ്ടായ ഈ സൈനിക കൈമാറ്റം മേഖലയെ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് തള്ളിയിടുകയാണ്. ഹോർമോസ് കടലിടുക്കിൽ വെച്ച് സിംഗപ്പൂർ പതാകയുള്ള എവർ ലവ്ലി എന്ന ചരക്ക് കപ്പലിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ജൂൺ 26-ന് ഇറാനിലെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിൽ, തീരദേശ റഡാർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയത്. എന്നാൽ ഈ അമേരിക്കൻ നടപടി വെടിനിർത്തൽ കരാറിന്റെയും UN ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപണം ഉന്നയിക്കുന്നു. കരാർ അനുസരിച്ച്, അതായത് കരാർ പ്രകാരം സമാധാനം പുലർത്തേണ്ട സമയത്ത് അമേരിക്ക ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയാണ് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ആക്രമണത്തിന് മറുപടിയായി മേഖലയിലെ അമേരിക്കൻ സൈനിക വിന്യാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് IRGC നാവികസേന പ്രസ്താവന അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാൻ നടത്തിയ ഈ തിരിച്ചടിയിൽ എവിടെയൊക്കെയാണ് ആക്രമണം നടന്നതെന്നോ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലോ ഇതുവരെയും ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അമേരിക്കൻ സൈനിക താവളങ്ങളിലോ ഗൾഫ് രാജ്യങ്ങളിലോ ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകളോ അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങളോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ ലംഘനമാണ് ഈ സംഭവ വികാസങ്ങളെന്നും ഇറാൻ ആവർത്തിക്കുമ്പോൾ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമാണ് തങ്ങൾ വിനിയോഗിക്കുന്നതെന്ന് അമേരിക്കയും നിലപാടെടുക്കുന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ നിർണായക ചരക്കുനീക്ക പാതയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന്റെ മൂല കാരണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം വെടിനിർത്തൽ കരാറിനെ പാടെ അട്ടിമറിച്ചിരിക്കുകയാണ്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണേണ്ട ഈ സമയത്ത് ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ പായിക്കുന്നത് മേഖലയിലെ സമാധാനത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിർണായക ചർച്ചകളെ ഈ സംഘർഷം എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.